ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി സ്റ്റുഡൻസ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി കോളേജിൽ നിന്ന് കുറേ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കാണും. പല കോളേജസിലും ഗൈഡിനെ ചൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്ത് കാണാത്ത സ്ഥലങ്ങളും കാണുമായിരിക്കും. ഇനി അതിൻ്റെ ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം കഴിയുമ്പോൾ പലപ്പോഴും ഫിഫ്ത്ത് സെമ്മിൽ തന്നെ പല സ്ഥലത്തും പ്രോജക്റ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അത് അല്ലെങ്കിൽ പ്രോജക്റ്റ് നിങ്ങൾ ചിലപ്പോൾ ചാപ്റ്റർ ഡിവിഷൻസ് ചെയ്ത് കാണും, ഓൾറെഡി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കാണും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പിക്സ് നമുക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് ഒത്തിരി ഡൗട്ടാണ്. എപ്പോഴും ഒരു ടോപ്പിക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഗ്രൂപ്പിൻ്റെ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പം ഒക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലായിട്ട് ടോപ്പിക്കിലേക്ക് പോവുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ടൈം വളരെ കുറവാണ്. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രോജക്റ്റ് ആക്കണം. ഒരു 25 പേജസിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ 25 പേജസ് ഒരു ചെറിയ നമ്പർ അല്ല. ടൈപ്പ് ചെയ്ത് വരുമ്പോൾ 25 പേജസ് എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പിക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ടോപ്പിക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ. സെലക്ഷൻ ഓഫ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റി പറയുന്നത് ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റിൻ്റെ കൂടെ അവരുടെ സിലബസിൻ്റെ കൂടെ തന്നെ പ്രോജക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് അതിനകത്തുണ്ട്. ടീച്ചേഴ്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്, ടോപ്പിക് സെലക്ഷനെ കുറിച്ച്, പിന്നെ ജനറലായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് അതാണല്ലോ, എന്ത് ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റുഡൻസ് ആർ പെർമിറ്റഡ് ടു ചൂസ് ഫ്രം എനി ഓഫ് ദ ഫോളോയിങ് ഏരിയസ് ഓഫ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. കുറേ ടോപ്പിക്സ് തന്നിട്ട് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് പറയുന്നത്. നമ്മൾ ഫൈനലൈസ് ചെയ്യുന്ന സെലക്ഷൻ ഓഫ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് നമ്മളത് ഫൈനലൈസ് ചെയ്യുക. ആദ്യം തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഫൈനൽ സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ അത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം ഫാക്കൽറ്റി അഡ്വൈസറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ ഒക്കെ ഒരു കൺസെൻറ്റ് അവിടെ നമുക്ക് ആവശ്യമുണ്ട്. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവരുടെ ഒരു പെർമിഷൻ വേണം. അപ്പോൾ ഈ സമയത്ത് ഇനി പറയുന്ന ടോപ്പിക്സിലൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. ഒന്ന്, പോസ്റ്റ് 1945 ലിറ്ററേച്ചർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്ത ദിസ് മസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് ദ പ്രിസ്ക്രൈബ്ഡ് വർക്ക് ഓഫ് ഫിലിം കമ്മിങ് അണ്ടർ കോഴ്സ് സ്റ്റഡി. നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് അല്ലാത്ത ഒരു പോസ്റ്റ് 1945 ലിറ്റററി വർക്ക് നമുക്ക് ചൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് വൺസ് പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വർക്ക് അല്ലാത്ത, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന നോവലോ ഫിലിമോ അല്ലാത്ത മറ്റെന്തെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം എന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് പ്രോജക്റ്റിന് വേണ്ടി ചൂസ് ചെയ്യാൻ പറ്റില്ല തൽക്കാലം എന്നുള്ളതാണ്. ആൻഡ് ഒരു ഫിലിം സ്ക്രിപ്റ്റിൻ്റെ അനാലിസിസ് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് എ ഫിലിം സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫിലിം സ്ക്രിപ്റ്റിൻ്റെ അനാലിസിസ് നമുക്ക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാം. ഡിഗ്രി ലെവലിൽ അത് അലൗഡ് ആണ്. ദെൻ അനാലിസിസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ്. അത് ഇവിടെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് പ്രിൻ്റ് ആഡ്സിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഷുഡ് ഫോക്കസ് ഓൺ ദ ലാംഗ്വേജ് ആസ്പെക്ട് ഓർ ബി അനലൈസ്ഡ് ഫ്രം എ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരു 10 നമ്പേഴ്സ് വരെ നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിംഗ് നമുക്ക് ചൂസ് ചെയ്യാം. പ്രിൻ്റ് ആഡ്സിൽ വരുന്നത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ലാംഗ്വേജ് ആസ്പെക്ട്, ആ തന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് റൈറ്റിങ്ങിൻ്റെ ലാംഗ്വേജ് ആസ്പെക്ട്, അല്ലെങ്കിൽ അതിലൊരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ അതിനെ എങ്ങനെ കാണാം, ആ രീതിയിലാണ് നമുക്ക് അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് തേർഡ് ടോപ്പിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ന്യൂസ് ഫ്രം എനി ഓഫ് ദീസ് ന്യൂസ് സ്റ്റേഷൻസോ ചാനൽസ്. കുറേ ന്യൂസ് സ്റ്റേഷൻസ് ചാനൽസ് തന്നിട്ടുണ്ട്. AR, ദൂരദർശൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. NDTV, ഹെഡ്ലൈൻസ് ടുഡേ, ടൈംസ് നോ, BBC, CNN. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ന്യൂസ് സ്റ്റേഷൻസിൽ നിന്നോ ചാനൽസിൽ നിന്നോ നമുക്ക് ന്യൂസ് എടുത്തിട്ട് അതിൻ്റെ അനാലിസിസ് ചെയ്യാനായിട്ട് അലൗഡാണ്. ഈ ലോക്കൽ ചാനൽസ് എന്ന് പറയുന്നതിൽ നിന്നൊന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്നതിന് മാത്രമേ അലൗഡായിട്ട് ഉള്ളൂ. പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തൽക്കാലം ഇത് മാത്രമേ അലൗഡായിട്ട് ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സിലെ 5 days ആണ് പറയുന്നത്. ന്യൂസ് എടുത്തിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ ലോക്കൽ, റീജിയണൽ, നാഷണൽ, ഇൻ്റർനാഷണൽ, സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ന്യൂസ് നമുക്ക് പ്രോജക്റ്റിന് വിധേയമാക്കാവുന്നതാണ് എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ദെൻ ഫിഫ്ത്ത് ടോപ്പിക് എന്ന് പറയുന്നത് സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ആണ്. ഫിലിമിൽ നിന്നാകാം, പൊളിറ്റിക്സിൽ നിന്നാവാം, സ്പോർട്സിൽ നിന്നാകാം, റൈറ്റേഴ്സ് ആകാം. അപ്പം ഏതെങ്കിലും ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് അവിടെ പറയുന്നു ഓൺലി വൺ ഏരിയ ഓർ വൺ പേഴ്സണാലിറ്റി ടു ബി സെലക്റ്റഡ്. ഒരു ഏരിയയിൽ നിന്ന് ഒന്നെങ്കിൽ ഫിലിം പേഴ്സണാലിറ്റി, ഒരു സെലിബ്രിറ്റിയെ സെലക്ട് ചെയ്യുക, ഇൻ്റർവ്യൂ അത് ചെയ്യാം.
അല്ലെങ്കിൽ സ്പോർട്സിൽ നിന്ന് ഒരു ആളെ സെലക്ട് ചെയ്തിട്ട്, ഒരു സെലിബ്രിറ്റിയെ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹവുമായി നടത്തുന്ന ഇൻ്റർവ്യൂ, അത് നമുക്ക് പ്രോജക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ അലൗഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഈ പറഞ്ഞ ഏതെങ്കിലും പറ്റുകയാണെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും. 6th ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റഡീസ് ഓൺ ഇൻഡിവിജ്വൽ സെലിബ്രിറ്റീസ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെലിബ്രിറ്റീസിനെ എടുക്കുക, ആർട്ടും ലിറ്ററേച്ചറും. നേരത്തെ ഫിലിം പറഞ്ഞു, പൊളിറ്റിക്സ്, സ്പോർട്സ് ആൻഡ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ആർട്സും ലിറ്ററേച്ചറും നമുക്ക് എടുക്കാം. എക്സാമ്പിൾ, ഒരു ഭയങ്കര ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആയിട്ട് ഒരാളെ എടുക്കുക, നൊബേൽ പ്രൈസ് വിന്നറെ കിട്ടുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാം. അവരുമായിട്ടൊരു അവരെക്കുറിച്ചൊരു സ്റ്റഡി നടത്താം. ഇൻ്റർവ്യൂ എന്നുള്ളതല്ല, അവരെക്കുറിച്ചൊരു സ്റ്റഡി നടത്താം. ഒരു ഡാൻസറിനെ കുറിച്ചാകാം, ഒരു സിംഗറിനെ കുറിച്ചാകാം, മ്യൂസീഷ്യനെ കുറിച്ചാകാം, അതൊരു ഫിലിം സ്റ്റാർ ആകാം. നേരത്തെ ഇവരുമായിട്ടൊക്കെയുള്ള ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അവരെക്കുറിച്ചുള്ളൊരു സ്റ്റഡി ആണ്. ഇതിലും ഒരു പേഴ്സണാലിറ്റിയെ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് 6ാമത്തെ ടോപ്പിക്കായിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് പറയുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം. സ്റ്റഡീസ് ബേസ്ഡ് ഓൺ എനി 5 ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് ഓർ ആർട്ടിക്കിൾസ്. അപ്പം വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ കോളംനിസ്റ്റുകളെയാണ് ഇവിടെ പറയുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ ആർട്ടിക്കിൾസിനെ, അവരുടെ ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസിനെയോ ആർട്ടിക്കിൾസിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്താം. എക്സാമ്പിൾ, അവിടെ കുറേ കോളംനിസ്റ്റിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. തോമസ് ഫീൽഡ്മാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പോൾ ക്രൂഗ്മാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അനിസ് യൂങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കുറിച്ച് വേണമെങ്കിൽ പറ്റുമെങ്കിൽ നമുക്ക് അത് സ്റ്റഡീസ് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതും അങ്ങനെയുള്ളതും അലൗഡ് ആണ് എന്ന് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്യാം. ഒരു ഫോക്ക് സ്റ്റോറീസിനെ കുറിച്ച് അവിടെ പറയുന്നത്. നമ്മുടെ റീജിയനിലുള്ള ഒരു ഫോക്ക് സ്റ്റോറീസിനെ കുറിച്ച് 5 ആണ് നമ്പർ അവിടെ പറയുന്നത്. 5 ഫോക്ക് സ്റ്റോറീസിനെ കുറിച്ച് അതിൻ്റെ വേണമെങ്കിൽ അതൊന്ന് കമ്പൈൽ ചെയ്യുക, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതും അലൗഡ് ആണ്. 9th ടോപ്പിക്കായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത് അനാലിസിസ് ഓഫ് ദ ലാംഗ്വേജ് യൂസ് ഇൻ ഇമെയിൽ ആൻഡ് SMS. അപ്പോൾ ഇത് ഭയങ്കര പോപ്പുലറായിട്ട് SMS, ഇമെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഷയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു അനാലിസിസ് നടത്താം എന്ന് പറയുന്നുണ്ട്. സ്റ്റഡി ഷുഡ് ഫോക്കസ് ഓൺ ദ ലാംഗ്വേജ് ആസ്പെക്ട് യൂസ് ഇൻ സച്ച് മോഡ്സ് ഓഫ് മെസ്സേജിങ് ലിമിറ്റഡ് ടു 10 പീസസ് ഓഫ് ഇമെയിൽ ഓർ SMS. അപ്പോൾ 10 പീസസ് എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മുടെ സ്റ്റഡി കൊണ്ടുപോകുക. അതിൻ്റെ ലാംഗ്വേജ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അടുത്ത ടോപ്പിക്കായിട്ട് 10ാമത്തെ ടോപ്പിക്കായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത് സ്റ്റഡീസ് ഓൺ പോപ്പുലർ ഫോക്ക് ആർട്ട് ഫോംസ്. ഫോക്ക് ആർട്ട് ഫോംസ് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ തെയ്യം, കൂടിയാട്ടം, കുറേ ഇവിടെ പറയുന്നുണ്ട്. പുലികളി, ചാക്യാർ കൂത്ത്, നങ്ങ്യാർ കൂത്ത്, കളരിപ്പയറ്റ്, ഇതൊക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കഥകളി, മോഹിനിയാട്ടം, മാർഗം കളി, ഒപ്പന, ഇറ്റ്സെട്ര. ഇതിലേതെങ്കിലും ഒരു ആർട്ട് ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താം. പോപ്പുലർ ഫോക്ക് ആർട്ടാണ് നമ്മുടെ ഈ പറഞ്ഞതൊക്കെ തന്നെ. അതിനെക്കുറിച്ച് നമുക്ക് സ്റ്റഡി നടത്താവുന്നതേ ഉള്ളൂ. അതും പ്രോജക്റ്റിന് ചെയ്യാം, കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി നമുക്ക് അലോ ചെയ്യുന്നതാണത്. അടുത്ത ടോപ്പിക്, സ്റ്റഡി ഓൺ എനി 5 പോപ്പുലർ സോങ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഏതെങ്കിലും 5 പോപ്പുലർ സോങ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സോങ്സ് എന്ന് പറഞ്ഞത്. സോങ്സ് ഓഫ് പോപ്പുലർ ബാൻഡ്സ് വരുമല്ലോ, ബാൻഡ്സിൻ്റെ സോങ്സ് ഉണ്ടാവും. പോപ്പുലർ ബാൻഡ്സ് എടുക്കാൻ നിങ്ങൾക്ക് കുറേ ബാൻഡ്സിൻ്റെ പേരും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് പോലെയുള്ള ബാൻഡ്സ്, അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ബാൻഡ്സിൻ്റെ മ്യൂസിക് എടുത്തിട്ട്, സോങ്സ് എടുത്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് സ്റ്റഡി നടത്താം. അതും യൂണിവേഴ്സിറ്റി നമുക്ക് അലോ ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നത് സ്റ്റഡി ബേസ്ഡ് ഓൺ ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് 1 നൊബേൽ പ്രൈസ് വിന്നർ ഇൻ ലിറ്ററേച്ചർ. ഏതെങ്കിലും ഒരു നൊബേൽ പ്രൈസ് വിന്നറിൻ്റെ ലൈഫ് എടുത്തിട്ട്, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എടുത്തിട്ട്, അവരുടെ വർക്കിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും നമുക്ക് സ്റ്റഡി നടത്താം. ഇത്രയുമാണ് ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്യണം എന്ന് യൂണിവേഴ്സിറ്റി നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 12ഓളം ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏത് ടോപ്പിക് വേണമെങ്കിലും നമുക്ക് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐഡിയ ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഗൈഡുമായിട്ട് ഉറപ്പായിട്ടും സംസാരിക്കണം. അവിടുന്ന് ഒരു കൺസെൻറ്റ് കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനലാവുക. നിങ്ങൾക്കത് കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആദ്യം കൺവിൻസ്ഡ് ആവണം. നമ്മുടെ ഗ്രൂപ്പിൽ അതൊരു കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് എഴുതാനുള്ള മെറ്റീരിയൽസ് കിട്ടണം. അത് നിങ്ങൾക്ക് കൂടുതൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പ്ലേജറിസം ഒന്നും ഉണ്ടാവാതെ നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് അത് ഒരു പ്രോജക്റ്റ് 25 പേജസ് തന്നെ ചെയ്തെടുക്കാം എന്ന് ആലോചിക്കണം. ഗൈഡിനോട് ഡിസ്കസ് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചിലപ്പോൾ ചൂസ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതൊരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്സിനെ കുറിച്ച് പറഞ്ഞത്. കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിൽ മിക്കവാറും ചിലപ്പോൾ ആൾക്കാർ ഈസി ആയിട്ടുള്ളതായിരിക്കും ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല ഈസി ആയിട്ടുള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞത് കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതെടുത്താൽ നന്നായിരിക്കും, നമുക്കൊരു പ്രോജക്റ്റായിട്ട് ചെയ്യാമല്ലോ, 25 പേജസിൻ്റെ നമുക്ക്
ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നന്നായിട്ടത് ചെയ്യാൻ ശ്രമിക്കുക. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചിട്ട് അവസാനം നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടാവരുത്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്യുക, നന്നായിട്ടത് ചെയ്യുക, നന്നായിട്ട് വൈവിക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതൊക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഗൈഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആരാണോ സൂപ്പർവൈസർ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവരോട് ആദ്യം തന്നെ ഈ പറഞ്ഞ ടോപ്പിക്സ് അവരിങ്ങോട്ട് ടീച്ചേഴ്സിന് ഓൾറെഡി ഇത് അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇൻട്രസ്റ്റ് തോന്നുന്നത് വെച്ചാൽ അത് അവരോട് പോയിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചേഴ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരതിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നല്ലൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാറ്റിസ്ഫൈങ് ആയിട്ട് ഒരു ടോപ്പിക് എടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അത് വളരെ തൃപ്തികരമായിട്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.